ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം ദേശീയ തലത്തിലെ ധാരണയുടെ ഭാഗമായിരുന്നുവെന്ന് റോഹ്തക് എംപിയും പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ മകനുമായ ദീപേന്ദർ സിംഗ് ഹൂഡ പറയുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് നൽകിയ കുരുക്ഷേത്ര മണ്ഡലത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിക്കാമായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ AAPയുമായി സംസ്ഥാനത്ത് സഖ്യമുണ്ടാകില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമില്ല. ഡൽഹിയിൽ 3ഉം ചണ്ഡീഗഡ് സീറ്റും കോൺഗ്രസിന് AAP അനുവദിച്ചതിന്റെ ഭാഗമായുള്ള ധാരണ പ്രകാരമാണ് കുരുക്ഷേത്ര സീറ്റ് അവർക്ക് നൽകിയത്. കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് BJP വിജയിച്ചത്. AAP ചിഹ്നത്തോട് ജനങ്ങൾക്കുള്ള അപരിചിതത്വമാണ് തോൽവിയുടെ കാരണം. സംസ്ഥാനത്ത് BJP സർക്കാരിനെതിരെ വ്യക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് സർക്കാർ രൂപവൽക്കരിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം നേതാക്കൾക്കിടയിൽ വിഭാഗീയതയുണ്ടെന്ന ആരോപണം നിഷേധിച്ചു. ഐക്യത്തോടെ നിന്നില്ലായിരുന്നുവെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നേട്ടം കൈവരിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. വർഷാവസാനം ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 10ൽ 5 സീറ്റുകൾ കോൺഗ്രസ് നേടിയിരുന്നു. 2019 ഇവിടെ മുഴുവൻ സീറ്റുകളിലും BJP ആയിരുന്നു വിജയിച്ചത്. അതേസമയം ലോക്സഭാ ഫലത്തിന് പിന്നാലെ ഭൂപീന്ദർ ഹൂഡയുമായുള്ള അഭിപ്രായ വ്യത്യാസം സൂചിപ്പിച്ച് മുതിർന്ന നേതാവ് കിരൺ ചൗധരിയും മകളും കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നിരുന്നു. രൺദീപ് സിംഗ് സുർജേവാല, കുമാരി ഷെൽജ എന്നിവർക്കും ഭൂപീന്ദർ ഹൂഡയുടെ നേതൃത്വത്തോട് താൽപര്യക്കുറവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം റോഹ്തക്കിൽ മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡയുടെ മകൻ ദീപേന്ദർ ഹൂഡയുടെയും വസതിയിൽ പാർട്ടി പ്രവർത്തകർ തികഞ്ഞ ആവേശത്തിലാണ്. വസതിയിൽ സഹായം തേടിയും അല്ലാതെയും എത്തുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ നേതാക്കൾ സന്നദ്ധരുമാണ്. സീറ്റുകളുടെ എണ്ണം പ്രവചിക്കുക സാധ്യമല്ലെങ്കിലും ഇക്കുറി ഹരിയാനയിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പാർട്ടി അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. BJP സർക്കാരിന് ഭരിക്കാൻ ഹരിയാനയിൽ ജനങ്ങൾ 10 വർഷം നൽകിയിട്ടും ജനങ്ങളുടെ ഒരാവശ്യം പോലും നിറവേറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. തൊഴിലില്ലായ്മ കാരണം സംസ്ഥാനത്തെ യുവാക്കൾ ഇരുട്ടിൽ തപ്പുകയാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നതിന് BJP സർക്കാരിന് സാധിച്ചിട്ടില്ല. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികളൊന്നും BJP കൈക്കൊണ്ടില്ല. ക്രമസമാധാന പ്രശ്നങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളും വർദ്ധിച്ചു. സർക്കാരിനോട് ജനങ്ങൾക്കുള്ള മുഴുവൻ മമതയും നഷ്ടപ്പെട്ട സാഹചര്യമാണ് ഹരിയാനയിൽ. അതേസമയം BJP സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരിൽ അധികവും ഈ കർഷകർ തന്നെയാണ്. സമരം അവസാനിച്ചപ്പോൾ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങളും BJP സർക്കാർ പാലിച്ചിട്ടില്ല. കർഷകർ ഇതൊന്നും മറന്നിട്ടുണ്ടാകാൻ സാധ്യതയുമില്ല. സത്യത്തിൽ കർഷകരുടെ ഈ അമർഷം BJP സർക്കാരിന്റെ തോൽവിയിലാകും കലാശിക്കുക.